ഇന്ദു, നീ എവിടെയാ? എന്തെടുക്കുവാ? സമയമായി. ഇന്നും ആ സൂപ്രണ്ടിന്റെ വായിലിരിക്കണം മുഴുവൻ കേൾക്കണം. ദാ വരണു തീ പോട്ടാ. എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ. ദാ കാപ്പിയും ചോറും എല്ലാം ഉണ്ട്. വെള്ളം ആരാ എടുക്കും ഇന്ദു? അയ്യോ മറന്നു കേട്ടോ. ഈ ഇടയായി ഇത്തിരി മറവി കൂടുന്നുണ്ട്. ഞാൻ ഇറങ്ങാം. അമ്മേ, എൻ്റെ യൂണിഫോം അയൺ ചെയ്തോ? ദാ വരണടാ, ഷെൽഫിലെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. മോള് വന്ന് കഴിക്ക്. അമ്മ അച്ചമ്മയ്ക്ക് മരുന്നെടുത്ത് കൊടുക്കട്ടെ. മുറിയിലേക്ക് ചെല്ലുമ്പോൾ അമ്മ എഴുന്നേറ്റിരിക്കുന്നു. അമ്മേ, ദാ ഈ മരുന്ന് കഴിക്ക്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ആഹാരം കഴിക്കാട്ടോ. എൻ്റെ കുട്ടിയെ, നീ അടുക്കളയിൽ വെരുകിനെ പോലെ ഓടുകയല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ. അയ്യോ, എന്നെന്താ അമ്മേ? അപ്പോഴേക്കും എത്ര നേരം ആവാന്ന് വെച്ചാ? അമ്മേ! ഗായത്രിയുടെ വിളി. അമ്മ കഴിക്കണേ, അവളെ വിട്ടിട്ട് വരാം. എന്താടാ? അമ്മേൻ്റെ റിബൺ എവിടെ? റിബൺ എടുത്തു കൊടുത്ത് അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതിനിടയിൽ ചോറ് മുഴുവൻ കഴിക്കണമെന്നും സൂക്ഷിച്ചു പോകണമെന്നും ഒക്കെ പറഞ്ഞു. ഇറങ്ങണേന് മുന്നേ എന്നെ കെട്ടിപ്പിടിച്ചു. ചക്കര ഉമ്മ, എൻ്റെ അമ്മക്കുട്ടിയും വല്ലതും കഴിക്കണേ എന്നും പതിവുള്ളതാ. അവളെയും ഗേറ്റ് വരെ കൊണ്ടാക്കി. കൺമറയണവരെ നോക്കി നിന്നു. പിന്നെ വന്നു അമ്മയ്ക്ക് ആഹാരം കൊടുത്തു. അടുക്കള വൃത്തിയാക്കി. മോളും ദീപേട്ടനും വാരി വിതറിയ സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി മുറിയാകെ അടിച്ചു വാരി. ഒന്ന് കുളിച്ചു വന്നു. ഇതൊക്കെ പതിവ് തന്നെ. ഒരു കൈയിൽ ദോശയും മറുകൈയിൽ TV-യുടെ റിമോട്ടും. അതും പതിവ് തന്നെ. ഇനി ഭക്ഷണം കഴിച്ച് തീരണവരെ വാർത്ത കാണൽ. മിന്നിമറയുന്ന വാർത്താ ശകലങ്ങൾക്കിടയിൽ ഏറെ പരിചയമുള്ളൊരു മുഖം. ബാലേട്ടൻ. ശരീരമാകെ ഒരു തണുപ്പ്. ഹൃദയത്തിൻ്റെ മിടിപ്പ് ശക്തിയേറിയ പോലെ. ഒരിക്കൽ കൂടി ഉറപ്പിക്കാനായി TV സ്ക്രീനിലേക്ക് നോക്കി. അതെ, ബാലേട്ടൻ. അദ്ദേഹത്തിൻ്റെ അവൾ എന്ന നോവൽ അവാർഡ് നേടിയിരിക്കുന്നു എന്ന വാർത്ത. എൻ്റെ ബാലേട്ടൻ. അങ്ങനെ പറയാൻ ഇന്നെനിക്ക് അവകാശമുണ്ടോ? ബാലേട്ടൻ ആകെ മാറിയിരിക്കുന്നു. കുറച്ചുകൂടെ മെലിഞ്ഞിരിക്കുന്നു. കറുത്തതും വെളുത്തതുമായ മുടിയിഴകളാൽ നെറ്റിത്തടം മറഞ്ഞിരിക്കുന്നു. കണ്ണുകളിൽ കൂടുതൽ കറുപ്പ് പടർന്ന പോലെ. ചുണ്ടുകൾ ചുവപ്പേറിയോ? പക്ഷേ ആ കവിളുകൾ നിറയെ ഇടതൂർന്ന താടി രോമങ്ങൾക്കിടയിൽ ഇത്തിരി മാത്രമായി ആ പഴയ തിളക്കമുള്ള ചുവന്ന കവിളുകൾ. പെട്ടെന്ന് മറ്റെന്തോ വാർത്തയുടെ ചിത്രം സ്ക്രീനിൽ തെളിഞ്ഞു. യന്ത്രം പോലെ അടുക്കളയിലേക്ക് പാത്രവുമായി നടക്കുമ്പോൾ നിമിഷങ്ങളെക്കാൾ വേഗത്തിൽ ഓർമ്മകൾ പിറകിലേക്ക്. ഓർമ്മകൾ. ബാലേട്ടനെ മറന്നതാണോ? അതോ മനഃപൂർവ്വം മറന്നുവെന്ന് നടിച്ചതാണോ? വലിയ തറവാടായിരുന്നു. ഒരു കൂട്ടുകുടുംബം. അവിടെ അച്ഛനായിരുന്നു ഇളയത്. ഒറ്റ മോൾ. വാത്സല്യവും സമ്പന്നതയും നിറഞ്ഞ കുട്ടിക്കാലം. +2 കഴിഞ്ഞ് ബിരുദത്തിന് തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷ്. പ്രമുഖ വനിതാ കോളേജിൽ. അവിടെ തന്നെയാണ് ബിരുദാനന്തര ബിരുദ പഠനത്തിന് ചേർന്നത്. ശ്രുതി അടുത്ത കൂട്ടുകാരിയാണ്. മലയാള വിഭാഗത്തിൽ പുതുതായി ചേർന്ന ചുള്ളൻ സാറിനെക്കുറിച്ച് പറയുന്നത്. അവൾക്ക് ഇത്തരം കാര്യങ്ങൾ വലിയ താല്പര്യമായിരുന്നു. എന്നെ ബാധിക്കാത്ത വിഷയമായതിനാൽ അങ്ങോട്ട് ചെവി കൊടുത്തില്ല. വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ സുമുഖനും മാന്യനുമായ ഒരു ചെറുപ്പക്കാരൻ അച്ഛനും വല്യച്ഛനുമായി സംസാരിക്കുന്നു. അമ്മയാണ് പരിചയപ്പെടുത്തിയത്. മോളെ, ഇതെൻ്റെ സ്കൂളിൽ പഠിപ്പിക്കണ വാദ്യാറാണ്, ബാലകൃഷ്ണൻ. ശ്രുതി പറഞ്ഞ സാർ. ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു. ആ ചിരി എൻ്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് പടർത്തി കടന്നുപോയ പോലെ. സാർ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. ഞാനും എന്തൊക്കെയോ മറുപടി പറഞ്ഞു. അദ്ദേഹം വല്യച്ഛൻ്റെ കൂട്ടുകാരൻ്റെ അനിയനാണത്രേ. തറവാടിൻ്റെ മുറ്റത്ത് കുറച്ച് ദൂരേക്ക് മാറി ഒരൊറ്റമുറി കളപ്പുരമുണ്ട്. അവിടെയത്രേ സാറിൻ്റെ താമസം. എന്തോ ആ മുഖം വല്ലാതെ മനസ്സിൽ പതിഞ്ഞ പോലെ. വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണം. ചിലപ്പോഴൊക്കെ ഒഴിവ് ദിവസങ്ങളിൽ ഞാനായിരുന്നു ഭക്ഷണം എത്തിച്ചിരുന്നത്. ആദ്യമാദ്യം ഔപചാരികത തുളുമ്പി നിന്ന ഞങ്ങളുടെ സംസാരങ്ങൾ പിന്നീട് സൗഹൃദം നിറഞ്ഞതായി. പുസ്തകങ്ങളായിരുന്നു അതിൻ്റെ കാരണം. ബാലേട്ടൻ എഴുതുമായിരുന്നു. ആ മുറി നിറയ്ക്കാൻ പാകത്തിന് പുസ്തക ശേഖരണവും. ഒരിക്കൽ എന്നെ ആകെ മുക്കിക്കൊല്ലാൻ പാകത്തിന് വളർന്ന പ്രണയത്തെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നെ പിന്നെ ആ സ്നേഹമാകുന്ന മഹാപ്രളയം അതെന്നെ തന്നെ മുക്കിക്കൊല്ലുകയായിരുന്നു. എൻ്റെ ബാലേട്ടൻ. ആരും അറിയാത്ത ഞങ്ങളുടെ പ്രണയം അത് അനുദിനം വളരുകയായിരുന്നു. അതിരുവിട്ടേക്കാവുന്ന എൻ്റെ ചോരത്തിളപ്പുകളെ എന്നും ബാലേട്ടൻ നിയന്ത്രിച്ചിരുന്നു. ഒരിക്കൽ ഭക്ഷണവുമായി ചെന്ന ഞാൻ കുളി കഴിഞ്ഞു വരുന്ന ബാലേട്ടനെയാണ് കണ്ടത്. എനിക്ക് നിയന്ത്രിക്കാനായില്ല. ഓടിച്ചെന്ന് നനവ് പടർന്ന ആ നെഞ്ചിനെ, അല്ല, ആ ശരീരമാകെ ഞാൻ പുണർന്നു. എൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു. എൻ്റെ കുട്ടി, നീ എൻ്റെ നിയന്ത്രണ ചരടുകളൊക്കെ പൊട്ടിച്ചോ? എൻ്റെ നെറ്റിയിൽ അദ്ദേഹം ഉമ്മ വെച്ചു. ആദ്യ ചുംബനം. അതിൻ്റെ അനുഭൂതി എൻ്റെ ശരീരമാകെ പടർന്നു കയറി. ആവേശം അലതല്ലിയ നിമിഷങ്ങൾ.
ഞങ്ങൾ ആലിംഗനബദ്ധരായി പരിസരം പോലും മറന്നു. എടീ! ആ അലർച്ച ഞങ്ങളെ വേർപിരിച്ചു. അച്ചമ്മയായിരുന്നു. പേടി കൊണ്ട് ഞാൻ വിറച്ചു. എല്ലാ പ്രണയങ്ങളെയും പോലെ അടി, വഴക്ക്, ആത്മഹത്യാ ഭീഷണി ഒക്കെ. ഒടുക്കം എല്ലാം എന്നേക്കുമായി കുഴിച്ചു മൂടി. ദീപക് എന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യാപദവി അതിന്നും തുടരുന്നു. കല്യാണത്തലേന്ന് പാർലറിൻ്റെ പേരും പറഞ്ഞ് ശ്രുതിയുമായി ബാലേട്ടൻ്റെ മുന്നിൽ കേണു. എൻ്റെ കുട്ടി, സന്തോഷമായിട്ട് പോ. നിന്നെ സ്വപ്നം കണ്ട് കഴിയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. നിനക്ക് വേണ്ടി ഒരുങ്ങിയ കല്യാണ പന്തലുണ്ട്. നിനക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന അച്ഛനമ്മമാരുണ്ട്. ഇതിനേക്കാളൊന്നും വലുതല്ല കുട്ടി ഞാനും നീയും, നമ്മുടെ സ്നേഹവും. പൊയ്ക്കോളൂ. അന്ന് ആ കാലു പിടിച്ച് കുറേ കരഞ്ഞു. ഒടുക്കം എല്ലാം വിഫലമാണെന്നറിഞ്ഞപ്പോൾ ഇത്രമാത്രം പറഞ്ഞു: ബാലേട്ട, ഇന്ദു ഇനിയില്ല. ഈ കാൽകൾ ഞാൻ എൻ്റെ ശവക്കല്ലറ പണിഞ്ഞു. എന്നെ അടക്കം ചെയ്തു ബാലേട്ട. പോവാൻ ഞാൻ. ശരിയാണ്, ആ പഴയ ഇന്ദു അന്നേ മരിച്ചു. അവസാന കാഴ്ച എല്ലാം ഇന്നലെ എന്നതുപോലെ. ദീപുവേട്ടൻ വന്നപ്പോൾ പറഞ്ഞു PJ ബാലകൃഷ്ണൻ്റെ അവൾ എന്ന പുസ്തകം വാങ്ങണമെന്ന്. ദീപുവേട്ടൻ കളിയാക്കുമായിരുന്നു. എന്താടോ, പുതിയ ശീലങ്ങൾ 2 ദിവസം മറന്നെങ്കിലും 3ാമത്തെ ദിവസം കൊണ്ടുവന്നു. എല്ലാവരും ഉറങ്ങി. നിശബ്ദത പെയ്തു തുടങ്ങിയ രാത്രിയുടെ മാറിൽ ചെറു ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ അവസാന പേജ് മറിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ബാലേട്ടനെ കണ്ടപ്പോൾ പടർന്ന കുളിര്, ആദ്യ ചുംബനമേറ്റപ്പോൾ പടർന്ന കുളിർ, അത് എൻ്റെ ശരീരമാകെ അരിച്ചിറങ്ങിയ പോലെ. അവസാന താളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എവിടെയായിരുന്നാലും നീയായിരിക്കെ. നിന്നെ നീ അറിയുന്നതിലും കൂടുതൽ മറ്റാർക്കും അറിയില്ല. നീ എന്നെ ഓർത്ത് സങ്കടപ്പെടരുത്. നീയും ഞാനും 2 അല്ല, 1 നീ തന്നെയാ ഞാൻ. തിരിച്ചും ആ അക്ഷരങ്ങളുടെ മേൽ ഉപ്പ് നനവ് പടർന്നു. അത് ബാലേട്ടൻ എന്നോട് പറഞ്ഞതാണോ? ഇത് ഞാൻ എവിടെയിരുന്നെങ്കിലും വായിക്കുമെന്ന് അദ്ദേഹം കരുതി കാണുമോ? എവിടെയിരുന്നാലും ആ മനസ്സ് സന്തോഷമായിരിക്കട്ടെ. ഇനിയും അക്ഷരങ്ങളാൽ ഒരു മായാവലയം തീർക്കാൻ കഴിയട്ടെ. ആ അക്ഷരത്തിൽ കോർത്തുടക്കിയ ഞങ്ങളുടെ മാത്രം സ്വന്തമായ ആ കുഞ്ഞോർമ്മകളെ ഒരു കുഞ്ഞു മൺചിരാതിൽ കെടാനാളമായി കാത്തിരിക്കും ഈയുള്ളവൾ. അല്ലെങ്കിലും ഒന്നിക്കാൻ കഴിയാത്ത പ്രണയങ്ങൾ അന്നും ഇന്നും ഓർമ്മകൾ കൊണ്ടൊരു പൂക്കാലം തീർക്കാൻ പറ്റുന്നവയല്ലേ? ഓർമ്മിക്കപ്പെടുമ്പോൾ സുഖകരമായ സന്തോഷവും കൊല്ലുന്ന വേദനയും ഒരുമിച്ച് തന്ന് കടന്നു പോകുന്ന പൂക്കളുള്ള പൂക്കാലം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.